ഇന്ന് ഞാനിവിടെ ശരിയാക്കുന്നത് ഒരു സ്പെഷ്യൽ മുട്ടക്കറിയാണ്. സാധാരണ മുട്ടക്കറിയിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ട് എന്നാൽ വളരെ സ്വാദുള്ള നല്ലൊരു തിക്ക് ഗ്രേവിയിലുള്ള ഒരു മുട്ടക്കറി. സാധാരണ നമ്മൾ മുട്ടക്കറിയൊക്കെ ശരിയാക്കുമ്പോൾ വീട്ടിലുള്ളവർ പറയാറില്ലേ, ഓ മുട്ടക്കറിയോ, അങ്ങനെ ഒരു അതൃപ്തിയോടെ പറയാറില്ലേ. മുട്ടക്കറി എല്ലാവർക്കും അങ്ങനെ നല്ല ഫ്ലേവറോടെ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ശരിയാക്കാൻ പോകുന്ന മുട്ടക്കറിക്ക് ഒരു സ്പെഷ്യൽ ഫ്ലേവറാണ്. എല്ലാവരും ഇഷ്ടപ്പെടും, വീട്ടിലുള്ളവർക്കും ഇഷ്ടപ്പെടും, വിരുന്നുകാർക്കും ഇഷ്ടപ്പെടും. അപ്പം വീട്ടുകാരെയും വിരുന്നുകാരെയും ഞെട്ടിക്കാൻ നമുക്ക് നല്ല ഒരു മുട്ടക്കറി ശരിയാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ശരിയാക്കാൻ പോകുന്നതിന് 3 മുട്ട ഞാൻ ഓൾറെഡി റെഡിയാക്കി പുഴുങ്ങി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതേപോലെ അതിൻ്റെ പുറം കട്ട് ചെയ്ത് വെക്കാം. അതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് കുറച്ച് പെരിഞ്ചീരകം, 2 ഏലക്കായ, ഒരു ചെറിയ പീസ് കറുവാപ്പട്ട, പിന്നെ 2 ഗ്രാമ്പു, 2 മീഡിയം സൈസ് ഉള്ളി ചെറുതായിട്ട് ഇങ്ങനെ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്കിങ്ങനെ പൊടി പൊടിയായിട്ട് കൊത്തി അരിഞ്ഞെടുക്കാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പില. അതിനോടൊപ്പം ചേർക്കാനുള്ള മസാലകൾ എന്ന് പറയുന്നത് ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടി, ചെറിയ സ്പൂണിന് 1.5 സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 സ്പൂൺ മുളക് പൊടി, ചുമന്ന മുളക് പൊടി. അത് കൂടുതൽ വേണ്ട, ഇത് ഗ്രേവി, അതായത് സ്പൈസസ് കുറച്ചിട്ടിട്ട് ചെയ്യുന്നതാണ് ഇതിന് ടേസ്റ്റ്. അതിനോടൊപ്പം തന്നെ വേറൊരു സ്പെഷ്യൽ സാധനം എന്ന് പറയുന്നത്, ഇത് ഞാൻ 2 മീഡിയം സൈസ് ടൊമാറ്റോ അരച്ചെടുത്തതാണ്. പിന്നെ ഒരു പച്ചമുളക് കീറിയത്, കുറച്ച് ജിഞ്ചർ ഗാർലിക് ചതച്ചെടുത്തത്. അപ്പോൾ ഇതെങ്ങനെയാണ് ശരിയാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് നമുക്കൊരു പാൻ അടുപ്പിൽ വയ്ക്കാം. ഇതിൻ്റെ അകത്തിൽ വീട്ടുകാരെയും വിരുന്നുകാരെയും ഞെട്ടിക്കുമെന്ന് പറഞ്ഞില്ലേ, ആ സംഭവം ഞാൻ ഒടുവിൽ കാണിച്ചു തരാം. ഈ മുട്ട ശരിയാക്കി കഴിയുമ്പോൾ ഒരു വെറൈറ്റി എപ്പോഴും നമ്മൾ അവർക്ക് കൊടുത്താലല്ലേ വീട്ടിലുള്ളവർക്കായാലും വരുന്നവർക്കായാലും ഒക്കെ ഇഷ്ടപ്പെടുകയുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് മുട്ടക്കറിയെ ശരിയാക്കുന്നുള്ളൂ. വീട്ടിൽ കൂടുതൽ അംഗങ്ങളുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഗ്രേവിയും കൂടുതൽ മുട്ടയും റെഡിയാക്കാം. എനിക്കിപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ വീട്ടിൽ അധികം ആൾക്കാരില്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ മാത്രമേ ശരിയാകുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഈ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞതായതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് മൂത്ത് കിട്ടുമ്പോൾ ഈ ഗ്രേവിക്കൊരു തിക്നെസ് കിട്ടും. ഇത് നന്നായിട്ടൊന്ന് മൂക്കട്ടെ. അതിലേക്ക് നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഈ ഉള്ളിയുടെ കൂടെ തന്നെ നമുക്ക് ഈ മസാലകളും കൂടെ ഇട്ട് കൊടുക്കാം. അത് ഈ ഉള്ളി വഴലുന്ന അനുസരിച്ചിട്ട് അതും അതിൻ്റെ കൂടെ കിടന്നിട്ട് മൂത്തോളും. ഇത് നമുക്ക് എണ്ണ ചൂടാക്കുമ്പോൾ തന്നെ ഇടാം, ഉള്ളിയുടെ കൂടെയും ഇട്ട് കൊടുക്കാം. രണ്ടായാലും ഇതിൻ്റെ ഫ്ലേവർ ഇതിലിറങ്ങും. ഇത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. പ്രത്യേകിച്ച് സ്റ്റീൽ പാത്രമൊക്കെ ആയാലും വേഗം കരിവ് കയറും. ഞാൻ പറഞ്ഞില്ലേ, വിരുന്നുകാരെയും വീട്ടുകാരെയും ഞെട്ടിക്കാൻ പറ്റിയ ഒരു ഗ്രേവി ആയിരുന്നു. ഇത് ശരിയാക്കി വരുമ്പോൾ നിങ്ങൾക്ക് കാണാതെ ലാസ്റ്റ് കൊണ്ടുവന്നിട്ട് നമുക്ക് അവരെ ഞെട്ടിപ്പിക്കാനും അവരെ കൊണ്ട് ഇഷ്ടപ്പെട്ട് ഇത് കഴിപ്പിക്കാനും പിന്നെ വീണ്ടും എനിക്ക് ഇത് ശരിയാക്കി തരുമോ എന്ന് ചോദിപ്പിക്കാനും പറ്റിയ പണികൾ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഉള്ളി ഏകദേശം ഒരുവിധം നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ എടുത്ത് വെച്ച മസാലകൾ ഇതിലേക്കിടാം. ഇത് ഞാൻ കറക്റ്റ് അളവിന് എടുത്ത് വെച്ചിരുന്നത് കൊണ്ട് തന്നെ അതേപോലെ അങ്ങ് ഇടുകയാണ്. എന്നിട്ട് ഈ വളരെ കുറച്ച് വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും. ഇപ്പോൾ ഈ പാത്രത്തിനൊക്കെ നല്ലോണം ചൂടുള്ളത് കൊണ്ട് തന്നെ ഇത് വേഗം മൂത്ത് കിട്ടും. ഇത് ഫ്രൈ ആയി വന്നപ്പോഴുള്ള ഇതിൻ്റെ കളർ കണ്ടോ,
കറക്റ്റായിരുന്നു ആ എടുത്ത് വെച്ചിരുന്ന മല്ലിയും മുളകും എല്ലാം. മുളക് പൊടി കൂടുതൽ ചേർക്കാതെ ഇതിന് എരിവ് കൂടുതൽ വേണമെന്ന് കണ്ടാൽ നല്ല എരിവുള്ള പച്ചമുളക് ഇടുക, അതല്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി കുരുമുളക് കൂടുതൽ ഇടുക. അതാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് വരുന്ന ഒരു സംഗതി. മുളകൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഒരു കുത്തലുണ്ടാകും ചുവന്ന മുളക് കൂടുതലിട്ടാൽ. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ടൊമാറ്റോ പൂരി ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ 2 ടൊമാറ്റോ മീഡിയം സൈസ് അരച്ചെടുത്തതാണ്. ഇതിന് നന്നായിട്ടൊന്ന് മൂക്കണം. ഇതിൻ്റെ പച്ച മണമൊക്കെ മാറി ഒരുവിധം നന്നായിട്ട് തന്നെ മൂത്ത് വരണം. ഈ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് നമുക്കിതിനെ മൂപ്പിച്ചെടുക്കാം. അപ്പം വീട്ടിലൊക്കെ വിരുന്നുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ കുറച്ച് സമയം ഒന്ന് കാര്യമൊക്കെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുമ്പോഴേക്കും ഈ സംഭവം റെഡിയാക്കി നമുക്ക് ഏത് ഭക്ഷണത്തിനോടൊപ്പമാണോ കൊടുക്കാൻ താല്പര്യം അതിനോടൊപ്പം കൊടുക്കാൻ പറ്റും. നമുക്ക് വീട്ടിലായാലും ചോറിന് പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലയെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു മുട്ടക്കറിയാണിത്. ഇതിപ്പം നമ്മൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിരുന്നത് കൊണ്ട് തന്നെ ഇതിനാവശ്യത്തിനുള്ള എണ്ണയുണ്ട്. ഇത് മൂത്ത് വരാനുള്ള നല്ല ഫ്രൈ ആയി വരാനുള്ള എണ്ണ ഇതിനാവശ്യത്തിനുണ്ട്. അഥവാ എണ്ണ കുറവാണെന്ന് കണ്ടാൽ ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ കറക്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ എക്സ്ട്രാ എണ്ണ ആഡ് ചെയ്യുന്നില്ല. ഇതിപ്പോൾ നന്നായിട്ട് വഴന്ന് ഒരുവിധം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിക്കാം. അത് തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം. അത് ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് മതി. ഗ്രേവി ഇച്ചിരി തിക്കായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് തന്നെ അധികം ഒഴിക്കണ്ട. ഈ അല്പം കൂട്ടി വെച്ചിട്ട് നമുക്ക് വേഗം തിളപ്പിക്കാം. ഇത് ഓൾറെഡി തിളച്ചതാണ്. തിളച്ച വെള്ളം ഒഴിച്ചത് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് തിളച്ചു. അല്പസമയത്ത് അവിടെ നിന്ന് തിളച്ചിട്ട് ആ സ്പൈസസ് നമ്മളിട്ട ആ ഗരം മസാലയുടെ എല്ലാം സ്മെല്ലൊന്ന് ഇറങ്ങട്ടെ. അതിൻ്റെ ഫ്ലേവർ ഇറങ്ങുമ്പോഴേക്കും കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ എക്സ്ട്രാ നമുക്ക് ഗരം മസാല വേണം എന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി പെരിഞ്ജീരകമോ അല്ലെങ്കിൽ ഒരു ഇത്തിരി ഗരം മസാലയോ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ ഇറങ്ങുന്നത് കൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ഗരം മസാല ആഡ് ചെയ്യുന്നില്ല. അങ്ങനെ കൂടുതൽ ഗരം മസാല ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരുന്ന മുട്ട ഇട്ട് കൊടുക്കാം. ആ ഗ്രേവിയുമായിട്ട് ആ മുട്ട നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആവട്ടെ. നമ്മൾ മുട്ടയുടെ പുറത്തിങ്ങനെ ചെറിയ ചെറിയ കട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഗ്രേവി ഇതിലേക്ക് ഇങ്ങനെ കോരി ഒഴിക്കുമ്പോൾ നല്ല ഒരു എന്താ പറയുക ഒരു ഫ്ലേവർ അതിലേക്ക് ഇറങ്ങും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ആ മുട്ടയ്ക്ക്. നോക്കിയേ, നമ്മുടെ നല്ല ഗ്രേവി എന്നാൽ അധികം സ്പൈസസ് ഇല്ലാത്ത ആവശ്യത്തിന് പുളിയുമൊക്കെയുള്ള നല്ല ഒരു മുട്ട ഗ്രേവി. ഇത് ബ്രെഡിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നമ്മൾ ഇഷ്ടത്തോടെ കഴിക്കും. അത്ര ടേസ്റ്റാണ് ഇതിന്. ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കി കറക്റ്റ് ആക്കിയിട്ട് ഒരു മിനിറ്റ് കൂടെ ഒക്കെ ഇരുന്ന് തളിച്ചിട്ട് നമുക്കിത് ഇറക്കി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്കൊരു സ്പെഷ്യൽ ഐറ്റം കൂടി ആഡ് ചെയ്യാം. അല്പം ഉപ്പും കൂടി വേണമായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ കറിക്ക്. എരിവ് കൂടുതലും ഇല്ല, എന്നാൽ നല്ല ടേസ്റ്റാണ്. ഒരു സ്പെഷ്യൽ ഫ്ലേവർ ടേസ്റ്റാണ് ഇതിന്. ഒട്ടും മസാലകൾ ഇതിന് കൂടിയിട്ടില്ല. ഇനി ഇത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് അടുത്ത ഒരു പണി നമുക്കിതിനകത്ത് ചെയ്യാം. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വയ്ക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ചെറുതായിട്ടരിഞ്ഞ ഷാലോ അനിയൻ ഇട്ട് കൊടുക്കാം.
അതൊന്ന് മൂത്ത് വരട്ടെ. തീ ഞാൻ വളരെ കുറച്ച് ഇട്ടിരിക്കുകയാണ്. നമുക്ക് തീ കൂട്ടണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് കൂട്ടി കൊടുക്കാം. ഇതിവിടെ ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ മുട്ട ഗ്രേവിയെ ഒരു പാത്രത്തിലേക്ക് പകരാം. അപ്പോൾ ഈ ഉള്ളിയൊക്കെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആ കറിവേപ്പില ഇടുന്നതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്, പിളർന്ന കാഷ്യൂ നട്ട്, അതോടൊപ്പം തന്നെ കുറച്ച് റൈസിൻസ്, ഉണങ്ങിയ മുന്തിരി അതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളി ഏകദേശം നല്ല മൂപ്പ് എത്താറാകുമ്പോൾ മതി. മൂക്കാറായി തുടങ്ങുന്ന സമയത്ത്, നന്നായിട്ട് ഫ്രൈ ചെയ്ത് വരുന്ന സമയത്ത് മതി നമ്മൾ ഈ റൈസിൻസും ഈ കാഷ്യൂ നട്ടും കൂടെ ഇടുന്നത്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. നെയ്ക്കാത്തിലായപ്പോൾ അതിൻ്റെ മണം നമ്മളത് അനുഭവിച്ച് തന്നെ അറിയണം. അത്ര നല്ല മണം. ഇതിപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഞാൻ റെഡിയാക്കി വെച്ചിരുന്ന മുട്ടക്കറി, ആ ഗ്രേവി എല്ലാമായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് അത് മാറ്റി വെച്ചിരുന്നു. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ശരിയാക്കി മുട്ടക്കറി ടേബിളിൽ കൊണ്ടുവച്ചാൽ വീട്ടുകാരും വിരുന്നുകാരും ഞെട്ടും. കാരണം ഇതിന് അത്ര നല്ല സ്വാദാണ്. ഇത് കഴിക്കാൻ, നമ്മളിത് കഴിച്ച് നോക്കുമ്പോഴേ അതിൻ്റെ സ്വാദ് അറിയാം, വെറുതെ പറയുകയല്ല, വളരെ നല്ല സ്വാദാണ്. നമുക്ക് വീണ്ടും വീണ്ടും ഇത് ശരിയാക്കി കഴിക്കണം തോന്നും. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ സ്പെഷ്യൽ മുട്ട ഗ്രേവി. നാവിൽ വെള്ളമൂറുന്ന ഒരു മുട്ട ഗ്രേവിയാണിത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോടൊപ്പം കൂടിയതിന് താങ്ക്സ്. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ.